2025 നവംബർ 13 കൊച്ചേട്ടൻ്റെ കത്ത്. പിറായിലെ തണ്ണിമത്തന് പാരയായത് ആര്? സ്നേഹമുള്ള ഡീസൽ കൂട്ടുകാരി, ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായിരുന്ന മനോഹർ പരീക്കറുടെ ഒരു അനുഭവക്കുറിപ്പ് കഴിഞ്ഞ ദിവസം വായിക്കാനിടയായി. അദ്ദേഹം ഗോവയിലെ പര എന്ന ഗ്രാമത്തിൽ നിന്നുമാണ് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി സ്ഥാനത്തിൽ ഉയർന്നത്. പല ദേശവാസികൾ പരീക്കന്മാർ എന്നാണ് അറിയപ്പെടുന്നത്. മനോഹറിന്റെ പേരിനോടൊപ്പം പരീക്കർ എന്ന് വരുന്നതും അങ്ങനെയാണ്. പര വില്ലേജ് പ്രസിദ്ധമായത് അവിടുത്തെ മധുരമുള്ള വലിയ തണ്ണിമത്തൻ വഴിയാണ്. പരായിലെ ഏറ്റവും വലിയ ഉത്സവം തണ്ണിമത്തൻ തീറ്റ ഉത്സവമാണ്. മനോഹർ പരീക്കറുടെ ബാല്യകാലം തണ്ണിമത്തൻ ഉത്സവം മധുരം ലഹരിയിൽ മുങ്ങിയ ഓർമ്മകൾ നിറഞ്ഞതാണ്. തണ്ണിമത്തൻ കർഷകർ വിളവെടുപ്പിന്റെ അവസാനം വില്ലേജിലെ എല്ലാ യുവാക്കളെയും കുട്ടികളെയും വിളിച്ചു കൂട്ടിയാണ് തണ്ണിമത്തൻ തീറ്റ ഉത്സവം നടത്തുന്നത്. പങ്കെടുക്കുന്ന എല്ലാവർക്കും മതി വരുവോളം തണ്ണിമത്തൻ കഴിക്കാം. അതുകൊണ്ട് തന്നെ ബാലതലമുറ തണ്ണിമത്തൻ ഉത്സവം വരുന്ന ദിനങ്ങളിൽ എണ്ണി കണ്ണിലെ എണ്ണയൊഴിച്ച് കാത്തിരിക്കുമായിരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം മനോഹർ പരീക്കർ മുംബൈ IIMTയിൽ പഠിച്ച് എഞ്ചിനീയറിംഗിന് ശേഷം 6 വർഷം കഴിഞ്ഞ് ഒരു തണ്ണിമത്തൻ ഉത്സവകാലത്ത് പരായിലെത്തി. അവിടുത്തെ കാഴ്ച കണ്ട് അദ്ദേഹം സ്തംഭിതനായി. പരിസരത്തുമായ പാരായിലെ തണ്ണിമത്തൻ ചന്തയിൽ തണ്ണിമത്തൻ ഇല്ല. ഉള്ളത് വളരെ ചെറുത്, അതിലും മധുരമില്ല. കാരണം അറിയാൻ പരീക്കർ തണ്ണിമത്തൻ ഉത്സവം നടത്തിയിരുന്ന വലിയ കർഷക പ്രമാണിയെ പോയി കണ്ടു. അദ്ദേഹം പറഞ്ഞു, 5 വർഷമായി എൻ്റെ മകനാണ് തീറ്റ ഉത്സവം നടത്തുന്നത്. പിന്നീടാണ് തണ്ണിമത്തൻ ഇല്ലാതായതിൻ്റെ കഥ പരീക്കർ അറിയുന്നത്. മുൻപ് തീറ്റ മത്സരം നടത്തിയിരുന്നു. നല്ല കർഷകർ കുട്ടികൾക്ക് തിന്നാൻ കൊടുത്തിരുന്നത് ഏറ്റവും വലിയവും ഏറ്റവും മധുരവും മികച്ചവും ഗുണവും നിലവായിരുന്നുള്ള തണ്ണിമത്തനായിരുന്നു. കൂടാതെ മത്സരിക്കുന്നവർക്കെല്ലാം ഒരു ചെറിയ പാത്രവും കൊടുക്കും. മത്സരത്തിന് ഒരു വ്യവസ്ഥയെ മാത്രം തണ്ണിമത്തൻ്റെ വിത്തുകൾ കടിക്കാതെ ഈ പാത്രത്തിൽ നിക്ഷേപിക്കണം. ആ വിത്തുകളാണ് അടുത്ത കൊല്ലം അവർ വിതച്ച് വീണ്ടും വലിയ തണ്ണിമത്തൻ ഉൽപ്പാദിപ്പിക്കുന്നത്. കർഷക പ്രമാണിയുടെ മകൻ ചുമതലയേറ്റപ്പോൾ നല്ലതും വലിയതുമായ തണ്ണിമത്തൻ എല്ലാം വിൽക്കാൻ കൊടുത്തു. മത്സരത്തിനു തിന്നാൻ ഏറ്റവും ചെറുതും കൊടുത്തു. തണ്ണിമത്തൻ്റെ ഈ തലമുറ ഒരു വർഷം മാത്രമാണ്. പിറ്റേ വർഷം പാടങ്ങളിൽ വിളഞ്ഞത് ചെറിയ തണ്ണിമത്തനാണ്. അതിനടുത്ത വർഷം അതിനേക്കാൾ ചെറുത്. 5 വർഷം കൊണ്ട് പരായിലെ തണ്ണിമത്തൻ വളരെ ചെറുതും മധുരവുമില്ലാത്തതുമായി. പ്രിയ കൂട്ടുകാരെ, പരായിലെ വലിയ തണ്ണിമത്തൻ പരായി തരാൻ ഏറ്റവും മികച്ചത് ബാലതലമുറയ്ക്ക് കൊടുക്കാത്തവർ തന്നെ. വിത്തുഗുണം 10 ഗുണം എന്ന് പഴഞ്ചൊല്ല് എത്ര സത്യമാണ്. മുൾച്ചെടിയിൽ നിന്ന് മുന്തിരിപ്പഴം കിട്ടില്ല എന്ന് യേശുക്രിസ്തുവിൻ്റെ വാക്കുകളും സ്മരണയാണ്. പരായിലെ കുഞ്ഞൻ തണ്ണിമത്തൻ്റെ കണ്ണീരിന് കാരണം ചെറിയ തണ്ണിമത്തൻ്റെ വിത്തുകൾ മാത്രം വിതച്ചതാണ്. 20-30 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയുടെ വിത്തുകളാണ് ഇന്നത്തെ വിദ്യാർത്ഥികൾക്ക് ഇന്ന് ലഭിക്കുന്ന ജീവിത ദർശനവും ലക്ഷ്യബോധവും ജീവിതത്തെ മൂല്യങ്ങളാണ്. മാത്രമല്ല, നാളത്തെ ഭാരതത്തിൻ്റെ ഭൗതികാകാശത്തിൻ്റെ വ്യത്യസ്തവും ചമയ്ക്കാനുള്ളത്. മികച്ച വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ഉറച്ച ലക്ഷ്യബോധമുള്ളവർക്ക് മാതൃക ദൈവിക മാനിക മൂല്യങ്ങളുടെ ആവശ്യമുണ്ടാകൂ. തെളിഞ്ഞ രാഷ്ട്രസ്നേഹവും പൗരബോധവും ഭരണഘടനയുള്ള ആദരവും നമ്മിലൂടെ നാളത്തെ നല്ല ഭാരതം പണിതുയർത്തി. ഇല്ലെങ്കിൽ അഖണ്ഡത ഭാരതം ജാതി മത രാഷ്ട്രീയ ഭാഷ ദേശ ഭിന്നതയുടെ പ്രചണ്ഡ യിൽ ചിഹ്നമായിരിക്കും. നമുക്ക് മഹാജന്മയെ പോലെ
ചാച്ചാജിയെപ്പോലെ രാഷ്ട്രീയ നിർബന്ധത്തിൽ പങ്കുചേർന്ന് നല്ല നല്ല നേതാക്കളാകാം. വലിയ ആദർശങ്ങളുടെ ദർശനങ്ങളുടെ മാനവ വിഷയങ്ങളുടെ ഉടമസ്ഥരാകാം. എല്ലാവർക്കും അർത്ഥപൂർണമായ ശിശുദിനാശംസകൾ. സസ്നേഹപൂർവ്വം, കൊച്ചേട്ടൻ.